ചെങ്ങന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള എം വി ജയരാജന്റെ പ്രതികരണത്തിൽ മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പാർട്ടി സ്വയം വിമർശനം നേരത്തെ നടത്തിയതാണ്. ഓരോരുത്തരും ഓരോ ചാനലിൽ സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ. പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന CK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞകൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃത്വത്തിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയെ തുടരും. ആ ശക്തിയെ തുടരുന്ന ഒപ്പം തന്നെ തിരുത്തിയാൽ എല്ലാവർക്കും ഞങ്ങൾ ഇതെല്ലാം സ്വയം വിമർശകരമായിട്ട് കണ്ടത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും അവിടെയും ഇവിടെയെല്ലാം ഓരോ ചാനലിലായിട്ട് സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. അത് ഞാനതാ പറഞ്ഞത്. ഞങ്ങളിത് പറഞ്ഞാണ് ഇതല്ലെന്നും പിന്നെ ആദ്യം പറഞ്ഞത്. ഗൗരിയമ്മ അടക്കമുള്ളവർ തെറ്റു തിരുത്തിയത് കൊണ്ടാണ് അവസാന നാളിൽ പാർട്ടിയിലേക്ക് മടങ്ങി വന്നതെന്ന് എം വി ജയരാജനും പ്രതികരിച്ചു. എം വി രാഘവനും KR ഗൗരിയമ്മയും അടക്കമുള്ളവർ അവസാന കാലത്ത് തെറ്റ് തിരുത്തിയത് കൊണ്ടാണല്ലോ അവർ ഈ ചുവന്ന കൊടിയുടെ കൂടെ അണിനിരന്നുകൊണ്ട് അവസാന കാലത്ത് പ്രവർത്തിച്ചത്. അതെല്ലാം നമ്മളെ അനുഭവമാണ്. ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അത് തിരുത്തുന്നില്ലെങ്കിൽ അവർ വഞ്ചകർ തന്നെയാണ്. അവർ തിരുത്താനുള്ള അവസരം UDF തന്നെ ഒരുക്കിയിരിക്കുകയാണ് അവർക്ക്. സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, CPM-ലെ തന്നെ സമുന്നതനായ 2 നേതാക്കളുടെ പ്രതികരണമാണ്. ഏത് വിധത്തിൽ മനസ്സിലാക്കണം അത്, എങ്ങനെ നിർവചിക്കണം അത്? അഖില, ഈ തളിപ്പറമ്പിലടക്കം നേതാക്കൾക്ക് തെറ്റിതിരുത്തി തിരികെ വരുന്നതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തിരുത്തി വരണം എന്ന തരത്തിലുള്ള എം വി ജയരാജന്റെ പ്രതികരണമാണ് വലിയ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോയത്. ഇതിലാണ് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആദ്യ പ്രതികരണം പുറത്തു വന്നത്. അവർ വർഗവഞ്ചകർ തന്നെയാണ്, തെറ്റിതിരുത്തിയാൽ ആരെയും തിരിച്ചെടുക്കും, പക്ഷേ അവർ ചെയ്ത് വർഗവഞ്ചനയാണ്. സുധാകരനും അതോടൊപ്പം തന്നെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും അടക്കം പാർട്ടിയെ വഞ്ചിച്ചു പോയതാണ്. അവരോടുള്ള വിമർശനം തുടരും. തെറ്റിതിരുത്തിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കും തിരിച്ചു വരാം. അതായത് അവർ ചെയ്ത വർഗവഞ്ചനയാണ്, പക്ഷേ എന്നാൽ പോലും അവർ ആ തെറ്റ് ചെയ്ത വഞ്ചന തിരുത്തണം എന്ന തരത്തിലാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചാനലിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നതായിരുന്നു എം വി ജയരാജന് എം വി ഗോവിന്ദൻ നൽകിയ മറുപടി. അത്തരത്തിൽ പൂർണ്ണമായും എം വി ജയരാജന്റെ നിലപാടിനെ പിന്തുണക്കുന്ന ഒരു സമീപനം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് വീണ്ടും എം വി ഗോവിന്ദന് മറുപടി എന്ന നിലയ്ക്കുള്ള പ്രതികരണവുമായി എം വി ജയരാജൻ രംഗത്തെത്തുന്നത്. അതിൽ പറയുന്നത് എം വി രാഘവനും അതോടൊപ്പം തന്നെ ഗൗരിയമ്മയുടെയും ഒക്കെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അതിനൊരു മറുപടി നൽകിയത്. അന്ന് അവരൊക്കെ പാർട്ടി വിട്ടുപോകുന്നു, അന്ന് ആ ഘട്ടത്തിലൊക്കെ അവരെ വഞ്ചകരായി ചിത്രീകരിച്ചതാണ്. പിന്നീട് തെറ്റുതിരുത്തി അവർ ഈ ചെങ്കൊടിക്ക് കീഴ് അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആർക്കും തെറ്റുതിരുത്താനുള്ള അവസരമുണ്ട്, അവർ തെറ്റുതിരുത്തി വരട്ടെ എന്നുള്ള ഒരു നിലപാട് വീണ്ടും എം വി ജയരാജൻ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അഖില, സൂരജ്, ഇതിപ്പോൾ എം വി ഗോവിന്ദനെതിരെയും പിണറായിക്കെതിരെയും മറ്റൊരു തലത്തിൽ പാർട്ടിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നു പ്രതിഷേധ സ്വരം എന്ന വാർത്തകൾ കൂടി വരികയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനത്തെ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത്. പാർട്ടിക്ക് ഇനി ഒന്നും തിരുത്താനില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നതും. ഇവരുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്നതാണോ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എം വി ജയരാജന്റെ വാക്കുകളിൽ നിന്ന് എന്താണ് ഉൾക്കൊള്ളേണ്ടത്? അഖില, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പാർട്ടിയുടെ അവസാന വാക്ക് സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന തരത്തിലാണ് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും ജില്ലയിൽ ഉണ്ടായ ഒരു സംഘടനാ പ്രശ്നത്തെക്കുറിച്ച് ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള ഒരു ജില്ലാ സെക്രട്ടറി പറയുന്ന വാചകങ്ങൾ തീർത്തും തള്ളിക്കൊണ്ടുള്ള എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവന, അത് CPM-ൽ തുടരുന്ന ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന്റെ ഒരു പുതിയ ചേരിപ്പോരായി നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം അത് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. എം വി ജയരാജന്റെ പ്രതികരണത്തെക്കുറിച്ച് തേടുന്ന സമയത്ത് എം വി ഗോവിന്ദൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് പാർട്ടിയുടെ ഭാഗമായല്ല എം വി ജയരാജൻ സംസാരിച്ചതെന്നുള്ളതാണ്. എങ്ങനെയാണ് ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ ഭാഗമായി അല്ല സംസാരിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ കഴിയുക? അത് അവിടെ ഉണ്ടായ ഒരു സംഘടനാ പ്രശ്നം, അതേ തുടർന്ന് പാർട്ടി വിട്ടുപോയവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു, മത്സരിക്കുന്നു, അവർ തെറ്റ് തിരുത്തി പാർട്ടിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അത് ഗുണകരമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ അപ്പാടെ തള്ളിക്കൊണ്ട് പ്രതികരണം നടത്തേണ്ടത് അദ്ദേഹമല്ല എന്ന തരത്തിൽ പറയുന്നത് സ്വാഭാവികമായും CPM-ൽ തുടരുന്ന ഒരു ഭിന്നാഭിപ്രായവും ചേരിപ്പോരും
ഒക്കെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അഖില പറഞ്ഞത് തന്നെയാണ്. അത് കുറച്ച് നാളുകളായി ഇതിൽ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി തുടരുന്ന ഒരു മൗനമുണ്ട്. MA ബേബിയുടെ കീഴിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് CPM-ൽ രൂപം നൽകിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചേരി രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് വളരെ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ഭിന്നാഭിപ്രായത്തിലേക്ക്, അതും കണ്ണൂർ പോലൊരു പാർട്ടി കോട്ടയിൽ നിന്ന് തന്നെ ഈ ഭിന്നസ്വരങ്ങൾ ഉയരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പാർട്ടി വിട്ടുപോയവർ ഇനി തിരികെ വരുമോ, അല്ലെങ്കിൽ അവർ ഇതേക്കുറിച്ച് എന്താണ് പ്രതികരിക്കുക എന്നടക്കം കണ്ടറിയേണ്ടതുണ്ടെങ്കില. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.